അവസാനം യഹീബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ദാരിസ് തങ്ങൾ 2 വസിയത്താ കൊടുത്തത്. ഒന്നാമത്തെ വസിയത്ത് എന്തെന്നറിയോ? എനിക്കെന്ന് പറയാൻ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രവും ഈ കിടക്കുന്ന പായും ആയിരിക്കുന്ന പാത്രവുമല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല. സമ്പാദ്യമെന്ന് പറയാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം, ഈ ഇരിക്കുന്ന ഈ കടിക്കുന്ന പാത്രം, ഇത് മൂന്നുമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന പാത്രവും പായയും സദഖ കൊടുക്കണേ. ഇരിക്കുന്ന പാത്രവും ഈ പായയും സദഖ കൊടുക്കണേ. എന്നിട്ട് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഊരി മാറ്റരുത്. ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഊരി മാറ്റരുത്. ഈ വസ്ത്രം ഇട്ടുകൊണ്ടാ ഞാൻ നിസ്കരിച്ചത്, ഈ വസ്ത്രം ധരിച്ചുകൊണ്ടാ ഞാൻ നിസ്കരിച്ചത്. പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് കരഞ്ഞ് കണ്ണുനീര് വീണ വസ്ത്രമാ ഇത്. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷ തൊടില്ലല്ലോ, നരകത്തിന്റെ തീ തൊടില്ലല്ലോ, കബറിലെ മണ്ണ് തൊടില്ലല്ലോ. അതുകൊണ്ട് എന്നെ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടെ കഫം പൊതിയടേ. എന്റെ പ്രിയമുള്ള സഹോദരാ, നമസ്കാരം അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യമാ. അത് ചെയ്യുമ്പോ അല്ലാഹു തരുന്ന പ്രതിഫലം, നമ്മുടെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിച്ച പ്രതിഫലം എന്താണ്? നോമ്പ് പിടിച്ചാ നമ്മുടെ പാപം പൊറുക്കുകയാണ്. നോമ്പ് പിടിക്കുന്നവന്റെ പാപം പൊറുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിന്റെ പ്രതിഫലം എന്താ? കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്താൽ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു അവനെ ശുദ്ധീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.